പോർച്ചുഗൽ ഇത് അവിടെ ഫുൾ ഓൺ ഫുൾ എന്താ പറയാ ക്യൂ ആയിട്ട് ലൈനായിട്ട് നിൽക്കുന്നുണ്ട് പോർച്ചുഗല്. ബ്രസീൽ ഫുൾ സെറ്റായി വണ്ടി എടുത്തിട്ടുണ്ട്. ബ്രസീലും പിള്ളേരും മോനെ എല്ലാരും മോൺസ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്. ബ്രസീലിന്റെ ഒരു വരവാണ് കാണാൻ പോകുന്നത് ഗൈസ്. ഒക്കെ അർജന്റീന ഗൈസ്, അർജന്റീന അവിടെ ഇമോട്ടൊക്കെ അടിക്കുന്ന കാഴ്ച. ഇതിന്റെ ഇടയിലേതായി നീലക്രിമി, ഇതിന്റെ ഇടയിലേതായി നീലക്രിമി. അർജന്റീനയും ബ്രസീലും എല്ലാരും ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 4 സ്ക്വാഡ് അർജന്റീന ആണ്. ഓക്കെ ഐസി, നന്ദു, അതേപോലെ തന്നെ അച്ചു, അതേപോലെ തന്നെ ബ്ലാക്ക് ജോഡ്, അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ മദാര. ഇവരൊക്കെ ഒരേ സ്ക്വാഡ്. അവർ സെപ്പറേറ്റ് സ്ലോട്ടിലാണെങ്കിൽ ഒറ്റ ടീമാട്ടോ. 16 പേര് ഒറ്റ ടീമാണ്. ഓക്കെ ഓക്കെ ഈ സ്ലോട്ട് 1, 2, 3, 4 ഈ 4 അർജന്റീനയുടെ ടീം ഒറ്റ ടീമാണ്. 4 സ്ലോട്ട് ഒറ്റ ടീം. ഓക്കെ അതേപോലെ തന്നെ ബാക്കി 4 ബ്രസീലും ഒറ്റ ടീമാണ്. അതേപോലെ 4 പോർച്ചുഗലും ഒറ്റ ടീമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു പ്ലെയർ പോയിട്ടുണ്ടല്ലോ സ്ലോട്ട് 9. ഏതവനാടാ ലൊട്ടൊക്കെ നെറ്റ് ഇല്ലാത്തവനൊക്കെ ആരാടാ പിടിച്ച് റൂം കയറ്റുന്നത്. ഓക്കെ സോ ഒരു പ്ലെയർ മിസ്സായിട്ടുണ്ട്. ഏത് ടീമിലാന്ന് നോക്കട്ടെ. എനിക്ക് തോന്നണ ഇത് ഏത് ടീമായിരുന്നു? ബെല്ല ഏത് ടീമിലായിരുന്നു? ബെല്ല ബ്രസീലല്ലേ? ബെല്ല ബ്രസീലിന്റെ ഒരു പ്ലെയറിന് നെറ്റ് പോയിട്ടുണ്ട്. സൂപ്പർ ബ്രോ, സൂപ്പർ. ഓക്കെ സോ നമുക്ക് നോക്കാം ഗൈസ്, അർജന്റീന അടിക്കുമോ അതോ ബ്രസീൽ അടിക്കുമോ അതോ പോർച്ചുഗൽ അടിക്കുമോ നമുക്ക് നോക്കി നോക്കുക. ഓക്കെ സോ നമ്മുടെ അർജന്റീനയുടെ പിള്ളേർ ഐസിയുടെ സ്ക്വാഡ് ഇവിടെ പോകുന്നുണ്ട്. അതേപോലെ മദാരി പിള്ളേരും, അതേപോലെ തന്നെ നമ്മുടെ മാക്കും പിള്ളേരും, അതേപോലെ വില്ലനും പിള്ളേരും, അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രസീലിന്റെ പിള്ളേർ ഇതാ പോകുന്നു. ഓക്കെ സോ 4 ബ്രസീൽ സ്ക്വാഡ് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പോർച്ചുഗലിന്റെ പിള്ളേർ ഇതാ പോകുന്നു. ഓക്കെ പോർച്ചുഗലിൽ ഇതാ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് പോകുന്നുണ്ട്. സോ കളി അവർ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഫൈറ്റ് എടുക്കുള്ളൂ. 4 സ്ലോട്ട് ഒറ്റ ടീമാണ് എല്ലാ ടീമിന്റെ. ഓക്കെ ആകെ 3 ടീമുള്ളൂ ഇതിൽ. ഓക്കെ കുറെ സ്ലോട്ട് നോക്കണ്ട, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ 48. ഓക്കെ ആ പ്ലെയർ വന്നു പോർച്ചുഗലിന്റെ പ്ലെയർ വന്നിട്ടുണ്ട് കേട്ടോ. കുക്കി ആയിരുന്നു, കുക്കി വന്നിട്ടുണ്ട്. ഓക്കെ കുക്കിയില്ലല്ലോ, കുക്കിയാണോ? ഓക്കെ കുക്കി വാട്ടവർ. ഓക്കെ സോ എന്ത് സംഭവിക്കും ഗൈസ്? ഓക്കെ ആരടിക്കും? അർജന്റീന ഓർ ബ്രസീൽ ഓർ പോർച്ചുഗൽ ആരടിക്കും? സോ ഇവരൊക്കെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജന്റീനക്ക് ഫുൾ ലൂട്ടടിയിലാണ് ഗൈസ്. ഓക്കെ സോ ലൂട്ടടിയാണ് അർജന്റീനക്ക്. അതേപോലെ തന്നെ നമ്മുടെ ബ്രസീൽ നോക്കുകയാണെങ്കിൽ ബ്രസീലും കാര്യമായിട്ടുള്ള ലൂട്ടടിയിലാണ്. ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ പോർച്ചുഗലിൽ നോക്കുകയാണെങ്കിൽ 4 പേരും കാര്യമായിട്ടുള്ള എല്ലാ പ്ലേസും കാര്യമായിട്ട് ലൂട്ടടിയാണ്. ഫൈറ്റ് ഒന്നും പൊട്ടാൻ സമയമായിട്ടില്ല, കാരണം ലൂട്ട് അടിക്കുന്നുള്ളൂ എല്ലാവരും, എന്നിട്ടൊക്കെ ഫൈറ്റ് പൊട്ടുള്ളൂ. ആരായിരിക്കും ഗൈസ്? ഒക്കെ നമ്മുടെ ബെർമുഡ കീഴടക്കുക. സ്റ്റേഡിയത്തിൽ ഏത് ടീമും കീഴടക്കട്ടെ. നമ്മുടെ ബെർമുഡ മാപ്പ് ഏത് ടീമായിരിക്കും കീഴടക്കുക? നമുക്ക് നോക്കി നോക്കാം. അജിനൊക്കെ ഉണ്ട്. അജിനൊക്കെ അർജന്റീന വന്നെ. അജിനൊക്കെ ഇവിടെ അജിനൊക്കെ അർജന്റീന അവിടെ ഒരു ഉണ്ട്. അജിനൊക്കെ അർജന്റീനയൊക്കെ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ടുണ്ട്. ലിയോ പിക്ക് ഇല്ലടാ? ലിയോ ഇല്ല? ലിയോ ഇല്ലാത്ത ലിയോ ഉണ്ട്. ലിയോ പോർച്ചുഗലായിട്ട് ഇവിടെ ലിയോ പി കെ സിയർ, ലിയോ, ലാംബോ, അതേപോലെ B2K, അതേപോലെ അഫീഫ് അവരെല്ലാരും പോർച്ചുഗലാണ്. അതേപോലെ റഫല്ലോ, ഹെഡ്ജി, ബെന്നെ, സോറോ, അതേപോലെ ഇവിടെ നോക്കണേ ഇനോസുക്കെ, ഹെറോക്സ്, സ്പൈ, ലൂഫി, ഇത്രയും പേരാണ് ഗൈസ്. ഓക്കെ ഇത്രയും പേരല്ല, സോറി ഇവരും കൂടി ഉണ്ട്. ഓക്കെ ബെല്ല, നിക്സ, റുബി, കൂക്കി, ഇത്രയും പേരാണ് ഗൈസ്. ഓക്കെ നമ്മുടെ പോർച്ചുഗലിലെ. അതേപോലെ തന്നെ ഇവിടെ നോക്കണേ നമ്മുടെ ബ്രസീൽ നോക്കണേ എസ്ര, സെറീൻ, എൽസ, ഗന്നെ, അതേപോലെ തന്നെ ബ്ലാനിക്, സൈസൻ, ന്യൂട്ടൺ ആവുന്നതാണ്. ഓക്കെ അതേപോലെ ലേസ്. ഇവിടെ നോക്കണേ അസാസിൻ, ജോഡ്, അറബി, ബ്രംഗോഡ്. ഇവിടെ നോക്കണേ ആസ്ട്രോ, ക്രിസ്, മാസ്ക്, കണ്ണമോൻ. ഇത്ര പേരാണ് ഗൈസ്. ഓക്കെ ബ്രസീലിൽ. ഇനി നമുക്ക് അർജന്റീനയിലോട്ട് പോയി നോക്കാം. രഹാൻ, അജിൻ, കീക്കി, അതേപോലെ വില്ലൻ. ഇവിടെ നോക്കണേ ലെന, മാസ്റ്റർ, ബ്ലൈൻഡ്, മാക്കഫ്, എയിം, മിൽക്കി, ആലിസ്, മദാര. ഓക്കെ ഇവിടെ നോക്കാം ഇതും കൂടി ഉണ്ട്. ബ്ലാക്ക് ജോഡ്, അച്ചു, നന്ദു, ഐസി. ഓക്കെ ഇത്ര പേരാണ് ഗൈസ്. ഓക്കെ അർജന്റീന ഉള്ളത്. ഇതെന്താ ഐസി വീണ്ടും പറഞ്ഞിറങ്ങണം? ചത്തോ ഗൈസ്? ആര് ബെർമുഡ തൂക്കും? സ്റ്റേഡിയത്തിൽ പല ടീമും തൂക്കും, പക്ഷേ നമ്മുടെ ബെർമുഡ മാപ്പ് ആര് തൂക്കും? ഏത് ടീം തൂക്കും? ബ്രസീൽ ഫാൻസ് തൂക്കുമോ അതോ അർജന്റീന ഫാൻസ് തൂക്കുമോ അതോ പോർച്ചുഗൽ ഫാൻസ് തൂക്കുമോ? നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ബെർമുഡ കയറി നോക്കാം. ഇത് ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ്, അല്ലാതെ നമ്മുടെ ടീമായിട്ട് കളിക്കില്ല. ഫാൻസ് ആയിട്ടുള്ള ചെറിയൊരു ഫണ്ണായിട്ടുള്ള ഒരു മാച്ചാണ്. ഓക്കെ നിങ്ങൾ ആ ഒരു മൈൻഡിൽ മാത്രം എടുക്കുക. ഓക്കെ ജസ്റ്റ് ഫണ്ണായിട്ട് നമ്മളൊരു വേൾഡ് കപ്പിൻ്റെ സമയമില്ല, അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്നും കളിക്കുന്നു എന്നുള്ളൂ. ഓക്കെ ഇതിൽ 7 ടീം ജയിച്ചാൽ സന്തോഷം. മാസ്റ്റർ റൂം ഇട്ട ആളായതുകൊണ്ട് അവന് ഡ്രസ്സ് മാറ്റാൻ പറ്റിയില്ല. അവൻ്റെ ആണെങ്കിൽ ഡ്രസ്സും ഇല്ല, അതുകൊണ്ട് അവൻ തൽക്കാലം ബ്ലൂ, അർജന്റീന ബ്ലൂ ആണല്ലോ, അതുകൊണ്ട് ബ്ലൂ ഇട്ടിട്ടുണ്ട്. ഓക്കെ സോ ഗൈസ് 16 vs 16 ആണ്. ഓക്കെ 3 ടീമിൽ 16 പ്ലേയേഴ്സ് ആണല്ലോ. ഓക്കെ അർജന്റീനയിൽ 16 പ്ലേയേഴ്സ്, ബ്രസീലിൽ 16 പ്ലേയേഴ്സ്, പോർച്ചുഗലിൽ 16 പ്ലേയേഴ്സ്, എല്ലാത്തിലും 16 പ്ലേയേഴ്സ് ആണല്ലേ. എവിടെയും ഫൈറ്റും കാര്യമൊന്നും ഇതുവരെയായിട്ട് പൊട്ടിയിട്ടില്ല. എല്ലാവരും കാട്ട് ലൂട്ടിങ്ങിലാണ്. ഓക്കെ ഇതാ മോനെ ബ്രസീൽ പിള്ളേർ കണ്ടുമുട്ടിയിട്ടുണ്ട്. എല്ലാവരും
ഫുള്ള് ഇതാ ഇമോട്ട് അടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നു, എന്തൊക്കെയോ കാര്യമായ പ്ലാനിങ് ആണ് നമ്മുടെ ബ്രസീൽ ടീം നടത്തുന്നത്. സോ പോർച്ചുഗലിന്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. പോർച്ചുഗലില് അവര് കുതിരയിലൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ ഒരുമിച്ചെന്നല്ല, ഏറെക്കുറെയൊക്കെ ഒരുമിച്ചാ തോന്നുന്നത്, അത്യാവശ്യം ഒരുമിച്ചാണ് അവർ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അർജന്റീനയുടെ അടുത്തോട്ട് പോയി നോക്കുകയാണെങ്കിൽ അർജന്റീന സ്പ്ലിറ്റ് ആണ്, നല്ല സ്പ്ലിറ്റ് ആണ്, അവർ ടീം അപ്പ് പ്ലേ ആവുമായിരിക്കും. ഓക്കെ, മോനെ ബ്രസീൽ ഫുൾ സെറ്റായി, വണ്ടി എടുത്തിട്ടുണ്ട് ബ്രസീലും പിള്ളേരും. മോനെ എല്ലാരും മോൺസ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്. ബ്രസീലിന്റെ ഒരു വരവാണ് കാണാൻ പോകുന്നത് ഗൈസ്. ഒക്കെ മോനെ എല്ലാരും മോൺസ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്. മോനെ ബ്രസീൽ ഫുൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. ബാക്കി ടീംസ് ഒക്കെ ഒരുമിക്കുന്നുള്ളൂ, ബ്രസീൽ ഓൾറെഡി എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. സോ നോക്കാം, കണ്ട ഫുൾ ഓൺ ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ ബ്രോ പോർച്ചുഗലിൽ ഇത് അവിടെ ഫുൾ ഓൺ ഫുൾ എന്താ പറയാ ക്യൂ ആയിട്ട് ലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ട് പോർച്ചുഗലില്. മോനെ പോർച്ചുഗൽ പിള്ളേർ ഇതൊക്കെ എല്ലാവരും ഉണ്ട് ഗൈസ്. ഒക്കെ പോർച്ചുഗൽ എല്ലാവരും ട്രെയിൻ പോലെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഒക്കെ കണ്ടോ. ഓക്കെ ഓക്കെ, എല്ലാവരും പോർച്ചുഗലിലും എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മോൺസ്റ്റർ ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ എല്ലാവരും ഒരുമിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കണം. മുന്നിൽ അതൊരു കുതിര, ലാംബോ കുതിര മുന്നിൽ നിൽക്കുന്നുണ്ട്. സോ ലാംബോ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ തോന്നണം. ഓക്കെ, സോ നമുക്ക് നോക്കിയൊക്കെ അവരെ ഫോട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടോ. ഓക്കെ, പോർച്ചുഗൽ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അർജന്റീനയുടെ അടുത്തോട്ടൊന്ന് നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. അർജന്റീന പ്ലാനിങ് ഉണ്ടോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കട്ടെ. ഓക്കെ, സോ അർജന്റീന ഓൾറെഡി വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അവർ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇവർ ഭയങ്കര സ്പ്ലിറ്റ് ആയിട്ടാണ് അർജന്റീന കളിക്കുന്നത്, ഒരുമിച്ചൊന്നല്ല കൂടുതൽ പേരും. പിന്നെ ഒരുമിച്ച് കളിച്ചിട്ടും കാര്യമില്ല, കാരണം ഫയർ ചെയ്യുമ്പോൾ ടീംമേറ്റ്സിന് വെടി വിടും ഗൈസ്. ഒക്കെ പക്ഷേ പോർച്ചുഗൽ ലാംബോ ഫുള്ള് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. എന്ത് സംഭവിക്കും, ആര് കപ്പടിക്കും? ഗൈസ് എല്ലാവരും ഒന്ന് കണ്ണും പിടി ലൈക്ക് അടിക്കുമോ? നിങ്ങൾ പോർച്ചുഗൽ ഫാൻ ആണെങ്കിലും ബ്രസീൽ ഫാൻ ആണെങ്കിലും അർജന്റീന ഫാൻ ആണെങ്കിലും ഇനി വേറെ ഏത് ടീമിന്റെ ഫാൻ ആണെങ്കിലും എല്ലാവരും ലൈക്ക് അടിക്കും. ഓക്കെ, വലിച്ചിടായി ലോക്കഡ് ആണെങ്കിൽ വലിച്ചിടായില്ല, എനിക്ക് പോലും പവർ ഇല്ല. അർജന്റീന അല്ല നീ? പറ്റത്തില്ല പറ്റത്തില്ല, അത് അവര് ലോക്കഡാ. അവരോട് വൈറ്റ് ലിസ്റ്റ് ആയി തരാൻ പറ. ആരാ കളിക്കുന്ന അതിന്റെ അഡ്മിൻ ആരാ, അവനോട് വലിച്ചിടാൻ പറ. എനിക്ക് ചെയ്യാനില്ല. എടാ കളിക്കാവുന്ന പോയിട്ട് പറഞ്ഞു കൊടുത്തേടാ വിസിൽ പോയിട്ട്. ഇല്ലില്ല, പെർമിറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഇത് ക്രിയേറ്റ് ചെയ്തവൻ വലിച്ചിട്ടാലും മതി. പെർമിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ക്രിയേറ്റ് ചെയ്തവൻ വലിച്ചിടാനേ പറ്റും, നമുക്ക് ആർക്കും ആ ക്രിയേറ്റ് ചെയ്തവന് പറഞ്ഞേക്ക്. ക്രിയേറ്റ് ചെയ്ത ആരാ ഇപ്പൊ അറിയില്ല, ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇറങ്ങിയില്ല, ഇപ്പൊ റാൻഡമായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തിന് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറഞ്ഞേക്ക് ഗൈസ്. അർജന്റീന ഒരുമിക്കുന്ന കാഴ്ച, അർജന്റീന ഒരുമിക്കുന്ന കാഴ്ച. ഇത് അർജന്റീന ഒരുമിക്കുന്നു, എല്ലാരും അർജന്റീന ഒരുമിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാനാണോ അറിയത്തില്ല. അർജന്റീന എല്ലാരും കൂടി പീക്ക് കീഴടക്കുന്ന കാഴ്ച, പീക്കിലാണ് ഗൈസ്. ഒക്കെ പീക്കിൽ ഇത് അർജന്റീന എല്ലാരും പീക്കിലുണ്ട്. എന്ത് സംഭവം, എടാ ഫൈറ്റ് പൊട്ടിയോ? ഇല്ലല്ലോ ഇല്ലല്ലോ, ടീംസ് അല്ലേ, ഇതിപ്പോ മനസ്സിലാവൂലല്ലേ എല്ലാരും കൂടി ഒരുമിച്ചായുണ്ട്. സോ അർജന്റീന എല്ലാരും ഇവിടെ ഉണ്ട് ഗൈസ്. ഒക്കെ എല്ലാരും ഒരുമിച്ചുണ്ട്. അർജന്റീന ഫുൾ ഉണ്ട്. വില്ലനൊക്കെ കുതിരയിൽ വരുന്നുണ്ട്. എടാ സോണൊക്കെ ചെറുതായിട്ടുണ്ട്, കാട്ട് ഫൈറ്റ് ആയിരിക്കും ഇപ്പൊ പൊട്ടാൻ പോകുന്നത്. ഓക്കെ, സോ അർജന്റീന കഴിച്ച, അർജന്റീന അവിടെ ഇമോട്ടൊക്കെ അടിക്കുന്ന കാഴ്ച. ഇതിന്റെ ഇടയിലേതായി നീലക്രിമി, ഇതിന്റെ ഇടയിലേതായി നീലക്രിമി. ഓക്കെ, സോ അർജന്റീനയും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നീലക്രിമിനെ തട്ടാ. ഗൈസ് എന്ത് സംഭവിക്കും? കോർഡിനേറ്റ് ചെയ്ത് കളിക്കാൻ ലീഡ് ചെയ്യാൻ പറ്റുന്നവന് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ, കാരണം കാട്ടു ഫൈറ്റ് ആയിരിക്കും ലാസ്റ്റ്. മനസ്സിലായോ? മാസ്റ്റർ സീമേരത്തിന് അടിക്കുന്നടാ ലൊട്ടകളെ, അടിച്ചിട്ടാ മഞ്ഞക്രീമിനെ അടിച്ചിട്ടാ. അത് നിങ്ങളെ ഉള്ളല്ല. അജിനെ പോയി വെയിറ്റ് മീസിൽ ഇരിയടാ. എന്റെ വെയിറ്റ് മീസി അല്ല കേട്ടോ, അവരെ വെയിറ്റ് മീസിൽ പോയിരിക്കേ. ഏത് മീസിലാടാ ഞാൻ അജിനെ വലിച്ചിട്ടുണ്ട്? ഏത് മീസിയാ? ഏത് വെയിറ്റ് മീസിലാ പോയി? എന്റെ വെയിറ്റ് മീസിൽ വലിച്ച് പോയിട്ടില്ല. ഫൈറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് അർജന്റീനയെ വിടാൻ. നമുക്ക് ഇനി ബ്രസീലിന്റെ അടുത്തോട്ടും പോയി നോക്കാം. ബ്രസീലും പിള്ളേര് പുതിയ ബിൽഡിംഗ് കീഴടക്കിയിട്ടുണ്ട്. പുതിയ ബിൽഡിംഗിൽ ബ്രസീലും പിള്ളേര് വരിവരിക്ക് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബ്രസീലും പിള്ളേർ എല്ലാവരും ഗേൾസ് ഒക്കെ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഇമോട്ടൊക്കെ അടിച്ച് മാസ് കാണിക്കുന്നുണ്ട് ഇവിടെ. സോ നമുക്കിനി പോർച്ചുഗലിന്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. പോർച്ചുഗൽ എവിടെ? പോർച്ചുഗലാണ് ഈ താഴത്ത് സിമെന്റ് വീട്ട് കീഴടക്കിയിട്ടുണ്ട്. എടത് ലാസ്റ്റ് എന്തായിരിക്കടാ? ലാസ്റ്റ് കൂട്ടത്തല്ലായിരിക്കുമോ?
ലാംബോ ലിയോ ഓ ബ്രോ ബ്രസീൽ അർജന്റീന അവിടെ പട്ടി പോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ കിട്ടുന്നിട്ട് ബ്രോ തിരിച്ചു കിട്ടിയിട്ട് അതേപോലെ തന്നെ അർജന്റീന തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ലാംബോ ഇവിടെ നോക്കാവുന്ന കാഴ്ച. അർജന്റീനക്ക് സർപ്രൈസ് ആയിരുന്നു. അർജന്റീന പിള്ളേർ ഇമോട്ടൊക്കെ അടിച്ച് ഫുൾ ഇതായിട്ട് കളിക്കായിരുന്നു. ലാംബോ വീണു ഗായ്സ്. എന്താ ലാംബോനെ സ്വന്തം ടീമേറ്റ്സ് നോക്കിട്ടാണെന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ. സ്വന്തം ടീമേറ്റ്സ് നോക്കിട്ടാടാ ഗൈസ്. ഓക്കെ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ഫൈറ്റ് പൊട്ടിയിട്ടുണ്ട്. അർജന്റീന ഇതാണ് ഗ്ലൂ മറ്റേ സാധനം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ അതിശക്തമായി ഫൈറ്റ് പൊട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ സോ അർജന്റീന ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവരും കൂടി സ്പെക്ടറുള്ള പരിമിതികളുണ്ട്. സോ മനസ്സിലാക്കുക. ഓക്കെ സോ നോക്കുക വില്ലനും പിള്ളേരും ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ സോ നമുക്ക് ബ്രസീലിന്റെ അടുത്തോടെ പോയി നോക്കുകയാണെങ്കിൽ ബ്രസീൽ ശാന്തമായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്യാതെ അവർ നല്ലൊരു പൊസിഷൻ പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ പോർച്ചുഗൽ അങ്ങനെയല്ല. പോർച്ചുഗലും അർജന്റീനയും ശക്തമായി ഫൈറ്റ് പൊട്ടുന്നുണ്ട്. സോ നോക്കാം അഫീഫ് ഇവിടെ ഉണ്ട്. അതേപോലെ നമ്മുടെ B2K ഇവിടെ ഉണ്ട്. സോ എല്ലാവരും റൂഫൊക്കെ കീഴടക്കിയിട്ടുണ്ട്. അർജന്റീന പിള്ളേർ ഉള്ളിലാണ്, മറ്റവന്മാര് മുകളിലും. ഓക്കെ മിൽക്കി തീർന്നിട്ടുണ്ട്. മിൽക്കിനൊന്നും ആരും പൊക്കി പോലും ഇടുന്നില്ല ഗൈസ്. ഇവരെന്താണ് കാട്ടുന്നത്? മിൽക്കിനെ പൊക്കി വിടുന്ന കാര്യമില്ല. മുകളിലോട് മോൻ അർജന്റീന കൂടി കിട്ടോ. കാരണം ആരെങ്കിലും ഒന്ന് റിവൈവ് ചെയ്യണമെങ്കിൽ തൂങ്ങും. കാരണം മുകളിൽ അവന്മാരുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. വലിയ കോമഡി കേൾക്കണമെങ്കിൽ ഞാൻ പോകുന്നില്ല. എടാ അർജന്റീനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ആരെങ്കിലും ഒന്ന് പൊക്കി വിട്ടാൽ മേലെ അവന്മാരെ അടിച്ചിടും. പക്ഷെ സോണില്ല. പോർച്ചുഗലിന് സോണില്ല ഗൈസ്. ഒക്കെ പോർച്ചുഗലിന് സോണും കാര്യങ്ങളൊന്നും ഇല്ല. നോക്കാം അതാ. ഓക്കെ നമ്മുടെ ലാംബോ മദാരനെ അടിച്ചിടുന്നുണ്ട്. പോർച്ചുഗൽ vs അർജന്റീന. പോർച്ചുഗൽ ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ്. വീണ്ടും പറയുന്നത് ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഓക്കെ പോർച്ചുഗൽ ഫാൻസ് vs അർജന്റീന ആണ് ഗൈസ്. അർജന്റീന ഫാൻസോ നോക്കാം ഗൈസ്. ഒക്കെ നമ്മുടെ ലിയോ PK പോർച്ചുഗലിന്റെ നമ്മുടെ വൻമരം ലിയോ PK വീണിട്ടുണ്ട്. സോ ലിയോനെ പൊക്കിയിട്ടുണ്ട്. നൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ മദാരനെ നോക്കിട്ടു ബ്രോ. B2K അർജന്റീന ഫാൻസിന് ഓരോരുത്തരായിട്ട് നോക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒക്കെ അർജന്റീനക്ക് തീരെ പൊസിഷൻ ഇല്ല. അർജന്റീനക്ക് സത്യം പറഞ്ഞാൽ നല്ല പൊസിഷൻ ഉണ്ടായിരുന്നു. അവന്മാര് ഫോട്ടോ എടുക്കാനും എതിർക്കാനും കുറെ സമയം കളഞ്ഞു. സോ നോക്കുകയാണ് ഗൈസ്. ഒക്കെ അർജന്റീനത്തെ പ്ലേയേഴ്സ് ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ വീണു, കിക്കി വീണു. 5 പേര് അർജന്റീനത്തെ 5 പേര് ഡൗൺ ആയിട്ടുണ്ട്. പോർച്ചുഗൽ നോക്കുകയാണെങ്കിൽ ഒരേ ഒരു പ്ലെയർ മാത്രമേ ഡൗൺ ആയിട്ടുള്ളൂ, നോ സീൻ. അതേപോലെ നമ്മുടെ ബ്രസീൽ പിന്നെ ഈ ഏരിയയിലല്ലേ ഇവന്മാർ ഇവിടെ ഫുള്ള് പൊസിഷൻ പിടിച്ചിരിക്കുകയാണ്. സോ അവർ ഫൈറ്റ് എടുക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവരവിടെ ഇരുന്നോട്ടെ. സോ അർജന്റീനയുടെ ഒരു ടീം, ഒരു സ്ക്വാഡേ വൈപ്പ് ആയിട്ടുണ്ട്. അർജന്റീനയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഗൈസ്. ഓക്കെ നന്ദു മാത്രം ബ്രോ. അർജന്റീനയിൽ കയ്യിലെണ്ണാവുന്ന പ്ലേസ് മാത്രമേ ഉള്ളൂ. കാരണം പോർച്ചുഗൽ നല്ലൊരു പൊസിഷൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ പൊസിഷൻ പിടിച്ചാണ്ട് അർജന്റീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ശരിക്കും അർജന്റീനയ്ക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരുന്നു. അർജന്റീനയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഗൈസ്. ഒക്കെ വെറും കുറച്ച് പ്ലേസ് മാത്രം. 2 ടീം വൈപ്പായി തോന്നുന്നു. 2 ടീമല്ല, ഒരു ടീം വൈപ്പായിട്ടുണ്ട്. അർജന്റീനയിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ 4, 5, 10, 11 പ്ലേസ് മാത്രം. ഓക്കെ ബ്രസീൽ ഫുൾ ചിൽ മോഡാ. പോർച്ചുഗലാണ് ഫുൾ വൈപ്പ് മോഡാ ഗൈസ്. ഒക്കെ പോർച്ചുഗൽ ഇതൊക്കെ ശരിയായ പൊസിഷൻ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോർച്ചുഗലിന്റെ അടുത്ത് കളി എടുക്കത്തില്ല. ഓക്കെ ലിയോ PK റഷ് ചെയ്യുന്ന കാഴ്ച. ലിയോ PK അർജന്റീനയുടെ അടുത്തോട്ട് റഷ് ചെയ്യുന്നുണ്ട്. ലിയോ PK ഗൈസ് മാസ്റ്റർ vs ലിയോ ആയിരുന്നു ഗൈസ്. ലിയോ PK വീണു, പക്ഷെ കുഴപ്പമില്ല. അതേപോലെ തന്നെ മാസ്റ്ററിന് അവിടെ റൂഫിൽ നിന്ന് കവർ എടുത്തിട്ടുണ്ടായിരുന്നു. ലാംബോ നമ്മുടെ മാസ്റ്ററിന് എടുത്ത് തോന്നണേ. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇപ്പൊ അർജന്റീന മിക്കവാറും വൈപ്പാവും തോന്നുന്നു ഗൈസ്. അർജന്റീന ഫാൻസിൽ വെള്ളം ഭയങ്കര കുറവാണ്. സോ നോക്കുകയാണെങ്കിൽ 4 പേര് മാത്രമുള്ള അർജന്റീനയിൽ. ബ്രസീലാണ് ഈ ഫൈറ്റ് ഒന്നും എടുക്കുന്നത്. അറിയാത്തതാണോ വരാത്തതാണോ അല്ല, പക്ഷെ അവർക്ക് ഇനി വന്നേ പറ്റുള്ളൂ. സോണില്ല അർജന്റീനയ്ക്ക്. ബ്രസീലിന് ഇറങ്ങിയേ പറ്റുള്ളൂ ഗൈസ്. ബ്രസീൽ സ്റ്റിൽ ഇറങ്ങിയിട്ടില്ല. ബ്രസീൽ ഇപ്പൊ ഇറങ്ങുമായിരിക്കും. ബ്രസീലെ കമോൺ, സോണൊന്നും ഇല്ല. വിട്ടോ മുകളിലോട്ട് വിട്ടോ. തേർഡ് പാർട്ടി എടുക്കാൻ നോക്ക്. ബ്രസീൽ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. ഓക്കെ അർജന്റീനയിൽ ഒരേ ഒരു പ്ലെയർ മാത്രമുള്ള അർജന്റീനയിൽ ഗൈസ്. ഓക്കെ ഒറ്റ പ്ലെയർ രഹാൻ മാത്രം. എത്ര നേരം പിടിച്ചിരിക്കുന്ന എനിക്ക് അറിയത്തില്ല. അർജന്റീന സ്പെക്ടർ ഉണ്ട്. രഹാൻ മാത്രമേ ഉള്ളൂ. ബാക്കി 15 പേരും വൈപ്പായി ഗൈസ്. ഓക്കെ പോർച്ചുഗൽ നോക്കുകയാണെങ്കിൽ പോർച്ചുഗലിൽ എനിക്ക് തോന്നുന്നത് പോർച്ചുഗലിൽ എല്ലാവരും ഉണ്ട്. ഒരു പ്ലെയർ മാത്രമേ ലോസ് ഉള്ളൂ. ഓക്കെ ബാക്കി എല്ലാവരും ഉണ്ട്. ബ്രസീലും പോർച്ചുഗൽ തമ്മിലായിട്ട് ബ്രസീലിന്റെ ഒരു വരാൻ പോകുന്നത്. ഓക്കെ ബ്രസീൽ എല്ലാവരും വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി കയറി ഗൈസ് കമോൺ. പോർച്ചുഗൽ vs അർജന്റീന പോർച്ചുഗൽ vs ബ്രസീൽ പൊട്ടാൻ പോവാണ്. സോ എന്ത് സംഭവിക്കും നമുക്ക് പോർച്ചുഗലിന്റെ അടുത്തോട്ടും പോയി നോക്കണേ. പോർച്ചുഗൽ ഇവിടെ പീക്കിന്റെ മുകളിൽ തന്നെ ഉണ്ട്. നോക്കാം. അയ്യോ രഹാനെ തീർത്തോ? വില്ലൻ പൊങ്ങിയിട്ടുണ്ട്. വില്ലൻ മാത്രം ഗൈസ്. ഒക്കെ വില്ലനെ രഹാൻ പൊക്കി വിട്ടു, പക്ഷെ രഹാൻ തീർന്നു. വില്ലൻ മാത്രമേ ഉള്ളൂ. വില്ലനെ പഠിക്കും. വില്ലൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ നമ്മുടെ അർജന്റീനയിൽ വില്ലൻ മാത്രം. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ
ബ്രസീൽ 16 പേരും ബ്രസീലിലുണ്ട്. ഓക്കെ, 16 പേരും ബ്രസീലിലുണ്ട്. സോ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല, നമുക്ക് നോക്കി നോക്കാം. 16 പേര് തമ്മിലുള്ള യുദ്ധം, 16 vs 16. ഓക്കെ, നോക്കാം. ബ്രസീൽ vs നമ്മുടെ പോർച്ചുഗൽ ആണ്. ബ്രസീൽ vs പോർച്ചുഗൽ, ബ്രസീൽ vs പോർച്ചുഗൽ. സോ നോക്കാം ഗൈസ്. ഓക്കെ, ഫീഫും പിള്ളേരൊക്കെ പോർച്ചുഗൽ ഫുള്ള് സെറ്റ് ആട്ടോ. വില്ലൻ ചത്തോ? വില്ലൻ പടായോ? വില്ലൻ അർജന്റീനയിൽ സ്റ്റിൽ ഒരു പ്ലെയർ ഉണ്ട് കേട്ടോ. വില്ലൻ സ്റ്റിൽ ജീവനോടുണ്ട്. അർജന്റീന വൈപ്പായിട്ടില്ല, ഡോണ്ട് വെറി. വില്ലൻ സ്റ്റിൽ ഉണ്ട്. വില്ലൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മമാരെ മടയിലോട്ട് കയറി ചെന്നാ തീർന്ന്. അവൻ എവിടെ പോയി ഒളിച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ ചെക്കിടുന്നില്ല എന്തായാലും. സോ ബ്രസീൽ നോക്കുകയാണെങ്കിൽ ബ്രസീലിന്റെ അടുത്തോട്ട് പോയി നോക്കാം. ബ്രസീൽ ഇവിടെ ഫൈറ്റ് എടുക്കുന്ന കാഴ്ച. അതാ വണ്ടിയിലൊക്കെ കയറി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവര്. സോ നോക്കാം. നമ്മുടെ ലേസ് വീണു. സോണാണ്. 2 കൂട്ടർക്കും സോണില്ല, 2 കൂട്ടർക്കും സോണില്ല ഗൈസ്. ഓക്കെ, എന്തൊക്കെയോ കൂട്ടടി അടിക്കുന്നുണ്ട് ഗൈസ്. കബഡി ഇവിടെ സോണിലോട്ട് പോ ഗൈസ്. ആദ്യം പുതിയ ബിൽഡിംഗ് ആര് കീഴടക്കുന്നു അവർക്ക് ജയിക്കാം. ഇവരെന്താ സോണിൽ പോകത്തെ? സോണിൽ പോ ഗൈസ്. അല്ലെ കൂട്ടടി കിട്ടുപ്പോ. ഇത് മിക്കവാറും പോർച്ചുഗൽ കൊണ്ടുപോകുന്ന തോന്നണം കേട്ടാ. ഇതൊക്കെ ആദ്യം പോകണ്ടേ ഗൈസ്. 16 പേരാ മുകളില് ഗൈസ്. എന്ത് സംഭവിക്കും? പോർച്ചുഗൽ ഓർ ബ്രസീൽ ആര് കൊണ്ടുപോകും? അതേപോലെ അർജന്റീന സ്റ്റിൽ ഒരു സോളോ പ്ലെയർ അലൈവ് ആണ്. ഓക്കെ, ഉമ്മാര് നല്ല രീതിയിൽ പൊസിഷൻ പിടിച്ച് അടിക്കുന്നുണ്ട്. ഇതെന്താടാ എന്നിട്ട് പൊന്നോ, പോർച്ചുഗൽ ഫുൾ ആൾക്കാരുണ്ട് തോന്നണം കേട്ടാ. വില്ലൻ തീർന്നു. അങ്ങനെ നമ്മുടെ അർജന്റീന വൈപ്പായിട്ടുണ്ട്. ബാഡ് ലക്ക്, അർജന്റീന ഫാൻസ് വൈപ്പായി. സോ ഇനി നമ്മുടെ ബ്രസീലും പോർച്ചുഗലും തമ്മിൽ മാത്രം ഫൈറ്റ് പൊട്ടുന്ന കാഴ്ച. സോ ബ്രസീലിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ് ഗൈസ്. ഒക്കെ ബ്രസീലിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. ബ്രസീൽ ഓരോ പ്ലേസ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒക്കെ നമ്മുടെ പോർച്ചുഗൽ ഓൾമോസ്റ്റ് ബ്രസീലിനെ വൈപ്പാക്കി തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബ്രസീലിനും നമ്മുടെ പോർച്ചുഗൽ വൈപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വിന്നർ ബർമുഡയിലെ നമ്മുടെ വിന്നേഴ്സ് എന്ന് പറയുന്നത് പോർച്ചുഗലാണ് ഗൈസ്. ഇനി പോർച്ചുഗൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും തീർന്നു ഗൈസ്. ബാക്കി എല്ലാവരും തീർന്നു. ബ്രസീലിലും ഫാൻസും തീർന്നു, അർജന്റീന ഫാൻസും തീർന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ പോർച്ചുഗൽ മാത്രമേ ഉള്ളൂ. സോറി, പോർച്ചുഗൽ ഒരു പ്ലെയർ കുറവാണ്. ബാക്കി 15 പേരും സ്റ്റിൽ അലൈവടാ ബ്രോ ഗൈസ്. 15 പേരും സ്റ്റിൽ അലൈവാണ്. ലാംബോ തീർന്നടാ. ലാംബോ മാത്രം തീർന്നടാ അറിയില്ലേ ഗൈസ്. ലാംബോ മാത്രം തീർന്നു ഗൈസ്. ആരില്ല ലാംബോ. സോ ഇനി ഇവർക്ക് എന്തെങ്കിലും കാണിക്കാം. സ്നോസി. അങ്ങനെ നമ്മുടെ പോർച്ചുഗലാണ് ഗൈസ്. ഒക്കെ ബർമുഡ കീഴടക്കിയേക്ക് നമ്മുടെ പോർച്ചുഗൽ ഫാൻസ് ആണ്. ഓക്കെ,